KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനുമുള്ള സൗജന്യ യാത്രാ പദ്ധതി പ്രിയദർശിനിക്ക് തുടക്കമായി. തിരുവനന്തപുരം തമ്പാനൂർ KSRTC കോംപ്ലക്സിൽ മുഖ്യമന്ത്രി VD സതീശൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഇത് അഭിമാന നിമിഷമെന്നും സൗജന്യ യാത്ര ഔദാര്യമല്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്ത്രീകൾക്ക് അഭിമാനത്തോടെ യാത്ര ചെയ്യാമെന്നും ഞങ്ങളുടെ സർക്കാരിന്റെ വണ്ടി എന്ന് സ്ത്രീകൾക്ക് പറയാമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. KSRTC സാമ്പത്തിക ബാധ്യതയിലാകില്ല എന്നും മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു. പ്രധാനപ്പെട്ട വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി പ്രഖ്യാപിച്ച സ്ത്രീകൾക്ക് ട്രാൻസ്പോർട്ട് ബസ്സിലെ സൗജന്യ യാത്രയുടെ 1ാം ഘട്ടമാണെന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഞാൻ കരുതുന്നത് ഈ പദ്ധതിക്ക് സാമൂഹ്യവും സാമ്പത്തികവുമായ പ്രതിഫലനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന സോഷ്യോ ഇക്കണോമിക് ഇമ്പാക്ട് 800 കോടിയാണ് ഒരു വർഷം സർക്കാർ ഈ പദ്ധതിക്ക് വേണ്ടി മുടക്കുന്നത്. 800 കോടി രൂപ KSRTCക്ക് കൊടുക്കുകയാണ്. അല്ലാതെ KSRTCയെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കി നിങ്ങൾ കൊടുത്തോ എന്നല്ല പറയുന്നത്. പക്ഷേ എനിക്ക് ഗതാഗത മന്ത്രിയെക്കുറിച്ച് ഒരു ആത്മവിശ്വാസമുണ്ട്, അവരുടെ ടീമിനെ കുറിച്ച്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ പൈസ ഒന്നും വേണ്ടെന്ന് ഗവൺമെന്റിനോട് പറയും, ധനകാര്യ വകുപ്പിനോട്. അവരുടെ ആ ടീം അത് നന്നായി ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. KSRTCയുടെ വരുമാനം അവർ വർദ്ധിപ്പിക്കും, ഒരു സംശയം വേണ്ട. ഈ പണം നമ്മുടെ കേരളത്തിൽ തന്നെ ചെലവഴിക്കപ്പെടും. ഈ പണം പല കാര്യങ്ങൾക്കായി ചെലവഴിക്കപ്പെടും. പല രീതിയിൽ ടാക്സായും അല്ലാതെയുമായി മണി സർക്കുലേഷൻ്റെ ഭാഗമായി ഇത് തിരിച്ചു വരുന്നൊരു ആക്ടിവിറ്റിയാണ്. ഈ പണം ചെലവഴിക്കപ്പെടും. ആ പണം ചെലവഴിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഗുണം പൊതുസമൂഹത്തിനും ജനങ്ങൾക്കും ഉണ്ടാവും, ഒരു സംശയമില്ല. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി അൻഫിൽഡ് ഡിസൂസ ചേരുകയാണ്. അൻഫിൽഡ്, അങ്ങനെ പ്രകടന പത്രികയിൽ പറഞ്ഞ ഓരോ വാഗ്ദാനങ്ങളായി ഇവിടെ VD സർക്കാർ നടപ്പിലാക്കുകയാണ്. എന്തായാലും അഭിമാന നിമിഷമാണ്. ചരിത്രത്തിൽ ഈ സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് സ്ത്രീകൾക്ക് ഇങ്ങനെ സൗജന്യമായി യാത്ര ചെയ്യാവുന്ന ഒരു പദ്ധതി വരുന്നത്. എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനുമുള്ള സൗജന്യ യാത്രാ പദ്ധതി പ്രിയദർശിനിക്ക് തുടക്കമായിരിക്കുകയാണ്. തിരുവനന്തപുരം തമ്പാനൂർ KSRTC കോംപ്ലക്സിൽ മുഖ്യമന്ത്രി VD സതീശനാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ഇത് അഭിമാന നിമിഷമെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. കൂടാതെ ഇതൊരു ഔദാര്യമല്ല, സ്ത്രീകളെ സംബന്ധിച്ചത് ഔദാര്യമായി കാണരുത്, ഇതവരുടെ അവകാശമാണ്, ഇത് അങ്ങനെയേ കാണാവൂ എന്നാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചിരിക്കുന്നത്. സ്ത്രീകൾക്ക് അഭിമാനത്തോടെ യാത്ര ചെയ്യാമെന്നും ഞങ്ങളുടെ സർക്കാരിൻ്റെ വണ്ടി എന്ന് സ്ത്രീകൾക്ക് പറയാമെന്നുമാണ് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തത്. KSRTC ഈ സാമ്പത്തിക ബാധ്യതയിലാകില്ല എന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. എന്തായാലും VD സർക്കാരിന് ഇതൊരു അഭിമാന നിമിഷമാണ്, ചരിത്രപരമായൊരു മുഹൂർത്തമാണ്. കാരണം അധികാരത്തിലേറി 1 മാസം പിന്നിടുമ്പോഴേക്കും ഇത്തരത്തിൽ പ്രകടന പത്രികയിൽ കൊടുത്ത ഒരു ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പാക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ വളരെ ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് VD സർക്കാർ മുന്നോട്ട് പോകുന്നു എന്ന് വേണം പറയാൻ. വിശദാംശങ്ങളുമായി അൻഫിൽഡ് ഡിസൂസ ചേരുകയാണ്. അൻഫിൽഡ്, പ്രിയദർശിനി പദ്ധതിക്ക് തുടക്കമായിരിക്കുകയാണ്. പക്ഷേ CPM-ഉം BJP-യും എല്ലാം ഇപ്പോൾ ഈ ഒരു സർക്കാരിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ടായി. അവർ ഈ ചടങ്ങുകളിൽ പങ്കെടുത്തില്ല, ബഹിഷ്കരിക്കുകയാണ് ചെയ്തത്, അല്ലേ? തീർച്ചയായും ഇതില് ഉദ്ഘാടനത്തിൽ നിന്ന് ഇടതുപക്ഷ MLA-മാരും തന്നെ പങ്കെടുത്തില്ല. അത് പാർട്ടിയുടെ ആഹ്വാനം എന്ന രീതിയിലായിരുന്നു ഈ ചടങ്ങ്. അതായത് പ്രകടന പത്രികയിൽ പറഞ്ഞ വാഗ്ദാനങ്ങളുടെ ലംഘനം എന്നാണ് പറയുന്നത്. പ്രകടന പത്രികയിൽ പൂർണ്ണമായും KSRTC ബസ്സിൽ സൗജന്യമായിരിക്കും സ്ത്രീകൾക്കെന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് അത് പ്രാവർത്തികമാക്കുമ്പോൾ ഓർഡിനറി ബസ്സിൽ മാത്രമായി ഒതുക്കിയത് കബളിപ്പിക്കലാണ്, ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച് അധികാരത്തിലെത്തിയ ശേഷം കബളിപ്പിക്കലാണ് എന്നാണ് പ്രതിപക്ഷ വിമർശനം ഉന്നയിക്കുന്നത്. പക്ഷേ പ്രതിപക്ഷത്തിന്റെ ആ വിമർശനങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും ഇടയിലും ഇത് വലിയ രീതിയിലൊരു ചരിത്ര സംഭവമായി അല്ലെങ്കിൽ ഒരു ചരിത്രത്തിലേക്കുള്ള ചുവടുവയ്പായി മാറുകയാണ് KSRTC പ്രിയദർശിനി ബസ്സുകൾ. അതായത് KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ സമൂഹത്തിലും സൗജന്യമായി യാത്ര ചെയ്യാനുള്ള ഒരു പദ്ധതിക്ക് സർക്കാർ തുടക്കമായിരിക്കുകയാണ്. ആ പദ്ധതി ഇന്നു മുതൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള 3125 ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാൻ കഴിയുന്നു. ഓർഡിനറി ബസ്സുകളിൽ സൗജന്യമായി യാത്ര ചെയ്യാൻ കഴിയുകയാണ് സ്ത്രീകൾക്കും ഒപ്പം തന്നെ ട്രാൻസ്ജെൻഡർ സമൂഹത്തിലും.
പക്ഷേ മറ്റ് മാനദണ്ഡങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായി തന്നെ പാലിക്കേണ്ടതുണ്ടെന്ന് സർക്കുലറിൽ പറയുന്നു. ഇതിൽ പ്രതിഷേധം, വിമർശനം, ആക്ഷേപങ്ങളൊക്കെ വരുന്നുണ്ട്. എങ്ങനെ ഇത് മീറ്റ് ചെയ്യാൻ കഴിയുമെന്നത്. അതായത് ഇപ്പോൾ തന്നെ സാമ്പത്തികമായ പ്രതിസന്ധി, ഈ സാമ്പത്തികമായി ഉണ്ടാകുന്ന ഭാരം, അതൊരു വലിയൊരു ഭാരം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതൊരിക്കലും KSRTCയുടെ തലയിൽ ആ ഭാരം ഉണ്ടാവുകയില്ല എന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുന്നു. ഒപ്പം തന്നെ അതൊരു ക്ഷേമ പദ്ധതിയാണ് സർക്കാരിന്റെ. ആ ക്ഷേമ പദ്ധതി പ്രഖ്യാപിക്കുകയാണെങ്കിൽ നടപ്പാക്കാനുള്ള ഇച്ഛാശക്തിയും സർക്കാരിനുണ്ട് എന്ന് ഉദ്ഘാടന വേദിയിലും മുഖ്യമന്ത്രി ആവർത്തിക്കുന്നു. സ്ത്രീകൾക്കുള്ളത് സൗജന്യം, ഇതൊരു ഔദാര്യമല്ല, സ്ത്രീകളെ ആദരിക്കലാണ് എന്ന് ഉദ്ഘാടന വേദിയിൽ മുഖ്യമന്ത്രി പറയുകയാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും സ്ത്രീകളോടുള്ള ഒരു ഈ സർക്കാരിന്റെ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ സ്ത്രീകളോടുള്ള ഒരു ആദരം എന്ന രീതിയിലാണ്, സർക്കാരിന്റെ തന്നെ ഒരു കാൽവയ്പ് എന്ന രീതിയിലാണ് ഈ പ്രിയദർശിനി പദ്ധതി അല്ലെങ്കിൽ സ്ത്രീകൾക്ക് KSRTC സൗജന്യ യാത്ര അതിന്റെ ഒന്നാം ഘട്ടം എന്ന രീതിയിൽ ഓർഡിനറി ബസ്സിൽ മാത്രമായുള്ള സൗജന്യ യാത്ര അത് നടപ്പാക്കുന്നു. വലിയ ആവേശോജ്വലമായ സ്വീകരണം തന്നെയായിരുന്നു ഉദ്ഘാടന ബസ്സിൽ തമ്പാനൂർ ടെർമിനലിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ നമ്മൾ കണ്ടതാണ്. വലിയ രീതിയിൽ ഹർഷാരവത്തോടെയാണ് ആ ബസ് ഇപ്പോൾ യാത്ര ചെയ്തു. അവിടെ നിന്ന് മുഖ്യമന്ത്രി, മന്ത്രിമാരുമായി ആ ബസ്സിൽ യാത്രയാകുന്നു. അതിനുശേഷം അവർ സെക്രട്ടേറിയറ്റിൽ ആ ബസ്സിൽ വന്നിറങ്ങിയാണ് അവരുടെ ഔദ്യോഗികമായ കൃത്യനിർവഹണത്തിലേക്ക് ജോലികളിലേക്ക് അവർ പ്രവേശിച്ചത്. സെക്രട്ടേറിയറ്റ് നിലയിലൊക്കെ തന്നെ വലിയ രീതിയിലാണ് മധുരമൊക്കെ വിതരണം ചെയ്താണ് എല്ലാവരും സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്ക് തന്നെ ആ ബസ്സിനെ വരവേറ്റത്. അതിനുശേഷം ആ ബസ് കുറച്ച് സമയങ്ങൾക്ക് ശേഷം യാത്രക്കാരുമായി അവിടെ നിന്ന് പുറപ്പെട്ടു. ഇപ്പോൾ ബസ് യാത്ര ചെയ്തപ്പോൾ മെഡിക്കൽ കോളേജിലെത്തി. മെഡിക്കൽ കോളേജിൽ വലിയ രീതിയിലുള്ള സ്വീകരണമാണ്. ഡ്രൈവർക്കും കണ്ടക്ടറും അടക്കമൊക്കെ ഓരോ സ്റ്റോപ്പിലുമൊക്കെ എത്തുമ്പോൾ സ്വീകരണങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ സ്വീകരണം കഴിഞ്ഞാൽ വീണ്ടും അവിടെ നിന്ന് പുറപ്പെട്ടുകയാണ്. ഇത് പെരുമാതുറ വരെയാണ് ആ ബസ്. വലിയ രീതിയിൽ തമ്പാനൂരിൽ നിന്നുള്ള ഉദ്ഘാടന ബസ്സിനും വലിയ ആവേശം തന്നെയാണ്. എല്ലാ ജില്ലകളിലും മറ്റു ജില്ലകളിലൊക്കെ തന്നെ ഇതേ രീതിയിൽ തന്നെ ജനപ്രതിനിധികളൊക്കെ ഇതിനെയും മന്ത്രിമാർ, കോൺഗ്രസ് ജനപ്രതിനിധികൾ, UDF അംഗങ്ങളൊക്കെ അത് ഉദ്ഘാടനം ചെയ്യുന്നത് അത് ജില്ലകളിലൊക്കെ തന്നെയും എല്ലായിടത്തും തന്നെയും വലിയ രീതിയിലുള്ള വരവേൽപ്പ് തന്നെയാണ് ഈ ബസ്സിനും ഈ സർക്കാരിന്റെ ഈ പദ്ധതിക്കും ജനങ്ങൾ നൽകുന്നത്. എന്തായാലും ഇത് പ്രകടന പത്രികയിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഓരോന്നായി സർക്കാർ നടപ്പാക്കുന്നു. അതിൽ ഏറ്റവും ആകർഷകമായ ഈ പദ്ധതി അല്ലെങ്കിൽ ആകർഷകമായ വാഗ്ദാനം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് സൗജന്യ യാത്രയായിരുന്നു. അത് ഈ പ്രതിഷേധങ്ങൾ, വിമർശനം ഉയരുമ്പോഴും സർക്കാർ കൃത്യമായി തന്നെ ആ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നു. ആ ഉദ്ഘാടനം കഴിഞ്ഞു. മുഖ്യമന്ത്രി, മന്ത്രിമാരും അതിൽ യാത്ര ചെയ്തിറങ്ങി. ഇപ്പോൾ ആ ബസ് ഇതിന്റെ ഭാഗമായി മറ്റെല്ലായിടത്തും തന്നെ ഈ യാത്ര ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ 3125 ബസ്സുകളാണ് ഓർഡിനറി സംസ്ഥാനത്ത് KSRTC ഉടനീളമുള്ളത്. ഈ ബസ്സുകളിൽ ഓരോ ദിവസവും 2900 ഷെഡ്യൂളുകളാണ് പ്രതിദിനം ഓർഡിനറി ബസ്സുകളായി യാത്ര ചെയ്യുക. ഈ ബസ്സുകളിലൊക്കെ തന്നെയും സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാം. 7 കാറ്റഗറിയിൽപ്പെടുന്ന ബസ്സുകളാണ് ആ സർക്കുലറിൽ പറയുന്നത്. അതായത് ഓർഡിനറി ബസ്സുകൾ, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി ബസ്സുകൾ, സ്റ്റോപ്പ് ടു സ്റ്റോപ്പ് ബസ്സുകൾ, പോയിന്റ് ടു പോയിന്റ് ബസ്സുകൾ, ഗ്രാമവണ്ടി ഉൾപ്പെടെയുള്ള 7 തരം ബസ്സുകൾ സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാം. ടിക്കറ്റുകൾ എടുത്തേ മതിയാവുകയുള്ളൂ. പക്ഷെ ടിക്കറ്റിന് പൈസ നൽകേണ്ടതില്ല. പക്ഷെ ഏത് സ്റ്റോപ്പ് മുതൽ എവിടം മുതൽ എന്നതൊക്കെ തന്നെയും പറഞ്ഞ് ടിക്കറ്റ് എടുക്കണം. 0 ടിക്കറ്റ് എന്നാണ് ഇതിന് പറയുന്നത്. എല്ലാവരും 0 ടിക്കറ്റ് എടുത്തിരിക്കണം. ടിക്കറ്റ് കൃത്യമായ ഒരു കണക്കെടുപ്പിന് വേണ്ടിയാണ് ടിക്കറ്റ് നൽകുന്നത്. അതേസമയം ടിക്കറ്റിന് കാശ് നൽകേണ്ടതില്ല. എന്നാൽ ടിക്കറ്റ് എടുക്കാത്ത പക്ഷം പിഴ നൽകേണ്ടി വരും. 500 രൂപയോളം പിഴ നൽകേണ്ടി വരുമെന്ന് KSRTC മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്നാൽ സ്ത്രീകളോടൊപ്പം യാത്ര ചെയ്യുന്നത് ആൺകുട്ടികൾക്ക് ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ടിക്കറ്റുകൾ അവരും എടുത്തേ മതിയാവുകയുള്ളൂ. മറ്റു പുരുഷന്മാർ യാത്ര ചെയ്താലും പുരുഷന്മാരൊക്കെ തന്നെ കൃത്യമായ ഈ സൗജന്യം എന്ന് പറയുന്നത് സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ സമൂഹത്തിനും മാത്രമാണുള്ളത്. അതോടൊപ്പം ലഗേജുകൾ സ്ത്രീകൾ കൊണ്ടുവരുമ്പോൾ ലഗേജുകൾ സാധാരണ യാത്രക്കാരന് ഈടാക്കുന്ന അതേ തുക ആ ലഗേജുകൾക്ക് നൽകിയേ മതിയാകൂ. അത്തരത്തിലുള്ള കൃത്യമായ എല്ലാ മാർഗനിർദ്ദേശങ്ങളും പറഞ്ഞുകൊണ്ട് തന്നെയാണ് സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കാൻ ഈ പ്രിയദർശിനി ബസ്സുകളുടെ അത് മുൻവശത്തും പുറകുവശത്തുമുള്ള ഡോറിൽ കൃത്യമായി പ്രിയദർശിനി ബസിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് അങ്ങനെയാണ് ഇപ്പോൾ ഈ യാത്ര ആരംഭിച്ചിരിക്കുന്നത്. അതേസമയം ഒരു ഭാഗത്ത് പ്രതിഷേധം തുടരുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ BJP ഇടതുപക്ഷ പാർട്ടികളും വലിയ രീതിയിൽ പ്രതിഷേധം. BJP തമ്പാനൂർ ടെർമിനലിലും ഒരു ഡിപ്പോകളിലൊക്കെ തന്നെയും മുദ്രാവാക്യങ്ങളുമായി പ്രതിഷേധം നടത്തുമെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് BJPയും ഇടതുമുന്നണിയും ഇതിനെ പ്രതിഷേധിച്ച് വിമർശിക്കുമ്പോൾ മറുഭാഗത്ത് ഇതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് മറ്റ് കോൺഗ്രസിന്റെയും UDFന്റെയും പോഷക സംഘടനകളൊക്കെ തന്നെയും പ്രത്യേകിച്ച് INTUC പോലുള്ള സംഘടനകളൊക്കെ തന്നെയും ഇതിനെ സ്വാഗതം ചെയ്തും പിന്തുണച്ചും സർക്കാരിനും മുഖ്യമന്ത്രിക്ക് ഗതാഗത മന്ത്രിക്കൊക്കെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് വലിയ രീതിയിൽ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള പ്രകടനവും നടക്കുകയാണ്. അങ്ങനെ സംസ്ഥാനത്തുടനീളം ഇതിനെ അനുകൂലിച്ചും ഭരണപക്ഷ പാർട്ടിയിൽ നിന്നുള്ളവർ വലിയ രീതിയിൽ ഇതിനെ പിന്തുണ നൽകുമ്പോൾ എല്ലായിടങ്ങളിലും ഇതേ രീതിയിൽ സമാനമായ രീതിയിൽ വിമർശനവും പ്രതിഷേധങ്ങളും
നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഐശ്വര്യ.